ഡ്രീം ക്യാച്ചർ. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ എല്ലാത്തരം സ്വപ്നങ്ങളെയും ചിന്തകളെയും ആകർഷിക്കുകയും പിടിക്കുകയും ചെയ്യുന്നു. മനോഹരമായ സ്വപ്നങ്ങൾ പിന്നീട് നൂലുകളിലൂടെ കടന്നു പോവുകയും തൂവലുകൾ താഴേക്ക് നീങ്ങുകയും ഉറങ്ങുന്നയാളിലെത്തി അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് മോശം സ്വപ്നങ്ങൾ വലയിൽ കുടുങ്ങുകയും പിന്നീട് നശിപ്പിക്കപ്പെടുകയും പകൽ വെളിച്ചത്തിൽ കത്തിക്കുകയും ചെയ്യുന്നു. സ്വപ്നങ്ങൾ സ്വപ്നം കാണുന്നയാളുടെ ബോധപൂർവമായ ആത്മാവിൽ സ്വാധീനം ചെലുത്തും. സ്വപ്നങ്ങൾക്ക് വിശ്വാസം, പക്വത, ദയ, വിശ്വസ്തത തുടങ്ങിയ സ്വഭാവ സവിശേഷതകളിൽ സ്വാധീനം ചെലുത്താനാകും. ഡ്രീം ക്യാച്ചർ ഒരു വൃത്തത്തിൻ്റെ ആകൃതിയിലാണ്. അത് ജീവിതവൃത്തത്തെ പ്രതിനിധീകരിക്കുന്നു. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഓരോ പകലും ഓരോ രാത്രിയും ആകാശത്തിലൂടെയുള്ള യാത്രയുടെ ഒരു രൂപകമാണ്. രാത്രിയിൽ മോശം സ്വപ്നങ്ങളും ദുരാത്മാക്കളും പിടിക്കുന്നതിനും പകൽ അവ ഒഴിവാക്കുന്നതിനും ക്യാൻവാസ് ഉത്തരവാദിയാണ്. മറുവശത്ത് തൂവലുകൾ ഉറങ്ങുന്നയാളിലേക്ക് മനോഹരമായ സ്വപ്നങ്ങളെത്താൻ അനുവദിക്കുന്നു. നവജാത ശിശുക്കളുടെ തൊട്ടിലുകൾക്ക് മുകളിലോ കുട്ടികളുടെ കിടക്കകളുടെ മീതെയോ ക്യാച്ചറുകൾ ഘടിപ്പിക്കുന്നു. കാലക്രമേണ വിശ്വാസം വികസിച്ചപ്പോൾ മുതിർന്നവരും അവരുടെ ഉറക്കം സംരക്ഷിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് മുതിർന്നവരും അവരുടെ കിടക്കയ്ക്ക് മുകളിൽ അവയെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇന്ന് കിടക്കുന്നിടത്ത് മാത്രമല്ല, വീടിൻ്റെ മുൻവശത്തും വീടിൻ്റെ ഹാളിലും എല്ലായിടത്തും ഇന്ന് ഡ്രീം ക്യാച്ചർ വയ്ക്കാറുണ്ട്. പോരാത്തതിന് കമ്മലായും മാലയായും ഡ്രീം ക്യാച്ചർ ഇന്ന് ഉപയോഗിക്കുന്നു. അമേരിക്കയിലാണ് ഇതിൻ്റെ ഉത്ഭവം. ഗോത്രവിഭാഗമാണ് ഇത്.